ഹായ് സ്റ്റുഡൻസ്, SLC IT മോഡൽ എക്സാമിലെ തിയറി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റർനെറ്റ് സെർവറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനിയാണ് ഒറാക്കിൾ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നിട്ടുള്ളതിലെ കറക്റ്റ് വെബ് സെർവർ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനിയാണ് ഒറാക്കിൾ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവിടെയുണ്ട് അപ്പാഷെ, ഒറാക്കിൾ തുടങ്ങിയവ കമ്പനികൾ തയ്യാറാക്കുന്ന സെർവർ ഇതിന് ഉദാഹരണമായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ബോക്സിലുള്ളത് സെർവർ കമ്പ്യൂട്ടർ എന്നുള്ളത് അധികം ചിലപ്പോൾ പ്രസ്താവന കറക്റ്റാണോ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. ഇൻ്റർനെറ്റിലൊരു വെബ്സൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറാണ് അതിൻ്റെ സെർവർ. വെബ്സൈറ്റ് നൽകുന്ന സേവനങ്ങൾ ഉപയോഗിക്കുന്ന പലതരം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി പ്രത്യേക പ്രോഗ്രാമുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ഭാഗം നോക്കാനുള്ളതാണ്. അതുപോലെ അടുത്ത വരുന്നത് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതാണ് ഡൊമൈൻ നാമത്തിന് ഉദാഹരണം വരിക. അപ്പോൾ ഡൊമൈൻ നാമത്തിന് ഉദാഹരണം വരുന്നത് birdsofIndia.org എന്നുള്ളതാണ്. IP4 പ്രകാരമുള്ള ഒരു അഡ്രസ്സിൻ്റെ വലിപ്പം എത്രയാണ്? 32 ബിറ്റാണ്. രണ്ട് തരത്തിലുള്ള ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ IP തന്നിട്ടുണ്ട്, IPv4ഉം IPv6ഉം. അതിൽ IPv4ൻ്റെ പ്രധാനപ്പെട്ട വസ്തുതകൾ 32 ബിറ്റാണുള്ളത്. 8 ബിറ്റ് വലിപ്പമുള്ള 4 ഭാഗമാണ്. അതിൽ ഓരോ ഭാഗത്തെയും ഓരോ ഡോട്ട് ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കും. അപ്പോൾ ഇത് ചിലപ്പോൾ കറക്റ്റ് പ്രസ്താവന തിരഞ്ഞെടുക്കാനൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. IPv6 എന്നുള്ളത് 128 ബിറ്റ് വലിപ്പമുള്ളതാണ്. ഇനി അടുത്തത് കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ ചിത്രമാണിത്. ഇതിൻ്റെ പേരെന്ത്? RJ45. അപ്പോൾ ഇവിടെ RJ45 തന്നിട്ടുണ്ട്. RJ45 കണക്ടറാണ്. UTP കേബിൾ കമ്പ്യൂട്ടറുമായി ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു RJ45 ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ UTP കേബിളിൻ്റെ പ്രത്യേകത തന്നിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഫോം അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളാണ്. 8 വയറുകളുണ്ട്. അതിൽ 4 ജോഡിയായിട്ട് ഇത് ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്തെ കളറ് ബ്ലൂ, ഓറഞ്ച്, മെറൂൺ, അതേപോലെ തന്നെ ഗ്രീനാണ്. അപ്പോൾ ഇവിടെ RJ45 എന്നാണ്. ഇൻ്റർനെറ്റിലെ ഫയൽ കൈമാറ്റ സങ്കേതത്തിൻ്റെ പേര് HTTP എന്നാണ്. അടുത്തത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്ന ഹബ്ബ്, സ്വിച്ച് എന്നിവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതും ഇവിടെ തന്ന ഭാഗമാണ്. ഹബ്ബാണ്. ഹബ്ബിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ പിക്ചർ തന്നിട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ഹബ്ബ് ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഹബ്ബും സ്വിച്ചും. അതിൽ ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്ന എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. എന്നാൽ സ്വിച്ച് ആകട്ടെ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രമേ നിർദ്ദേശങ്ങൾ എത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് സ്വിച്ച് ഒരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള വിവരം അത് എത്തിക്കേണ്ട കമ്പ്യൂട്ടറിലേക്ക് മാത്രം അയക്കുന്നു. ഒരു കമ്പ്യൂട്ടറിന് സ്ഥിരമായി IP വിലാസം നൽകാൻ IP4 സെറ്റിങ്സിൽ ഏത് മെത്തേഡാണ് തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കേണ്ടത് മാനുവൽ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ടെക്സ്റ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് NM ആപ്ലെറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കണക്ഷനിൽ എഡിറ്റ് ദ സെലക്റ്റഡ് കണക്ഷൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് IP4 സെറ്റിങ്സിൽ മാനുവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട സ്ഥിരമായിട്ടുള്ള IP വിലാസം കൊടുക്കാൻ മാനുവലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒരു കമ്പ്യൂട്ടറിന് 192.168.101 എന്ന IP വിലാസം നൽകി ഇതേ നെറ്റ്വർക്കിലെ മറ്റൊരു കമ്പ്യൂട്ടറിന് ഈ രീതിയിൽ IP വിലാസം നൽകുമ്പോൾ ഏത് സംഖ്യയിലാണ് മാറ്റം വരുത്തേണ്ടത്? അവസാനത്തെ സംഖ്യയിലാണ്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നെറ്റ്വർക്ക്. ആദ്യത്തത് നെറ്റ്വർക്കിനെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഉള്ളതാണ് ഹോസ്റ്റിനെ ഉള്ളത്. അപ്പം ലാസ്റ്റ് ഉള്ളത് കമ്പ്യൂട്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് മാറ്റം വരുത്തുക? കമ്പ്യൂട്ടറിൻ്റെ നമ്പർ മാറ്റം വരുത്താൻ പറ്റുക. ഇനി ചുവടെ നൽകിയവയിൽ ഏതാണ് ഓൺലൈൻ നിഘണ്ടു? Wiktionary.org എന്നുള്ളത്. ഇവിടെ ഓൺലൈൻ നിഘണ്ടുകളും വിജ്ഞാനകോശങ്ങൾ എന്നുള്ളതിൽ ഓൺലൈൻ നിഘണ്ടു എന്ന് പറയുന്നത് Wiktionary.org. പ്രമുഖ കമ്പനികളെയും സ്ഥാപനങ്ങളെയും കുറിച്ച് ഉള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് കലാമണ്ഡലം.org എന്നുള്ളത്. UTP കേബിളുകളെ നെറ്റ്വർക്ക് സ്വിച്ചുമായി ബന്ധിപ്പിക്കുന്നത് ഏതുതരം കണക്ടറുകളാണ് ഉപയോഗിക്കുന്നത്? RJ45. സെർവർ കമ്പ്യൂട്ടറുകൾ വെബ്സൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റിംഗ്. ഒരു കമ്പ്യൂട്ടറിലെ ഡെസ്ക്ടോപ്പ് പാനലിൽ നിന്ന് NM ആപ്ലെറ്റ് ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന കണക്ഷനിൽ ചുവടെ നൽകിയിട്ടുള്ള എന്ത് വിവരമാണ് ഉണ്ടായിരിക്കുക? IP വിലാസം എന്നുള്ളത്. IPv4 പ്രകാരമുള്ള IP അഡ്രസ്സുകളെക്കുറിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. ശരിയായ പ്രസ്താവന ഏത്? അപ്പം ഇവിടെ ഓരോ ഭാഗത്തെയും ഡോട്ട് ഉപയോഗിച്ച് വേർതിരിക്കും. ഒരു വെബ്സൈറ്റിൻ്റെ പേര് IP വിലാസത്തിലേക്ക് മാറ്റുന്ന ഇൻ്റർനെറ്റിലെ സംവിധാനമാണ് DNS. DNS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഡൊമെയിൻ നെയിം സിസ്റ്റം, അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് ഡൊമെയിൻ നെയിം സിസ്റ്റം എന്നുള്ളത്.
DNSന്റെ ഫുൾ ഫോം ഡൊമൈൻ നെയിം സിസ്റ്റം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ IPv4 പ്രകാരം ഒരു നെറ്റ്വർക്കിൽ ഉള്ള കമ്പ്യൂട്ടറുള്ള IP അഡ്രസ്സിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. IP അഡ്രസ്സിലെ പൊതുവായ ഭാഗം നെറ്റ്വർക്കിനെ സൂചിപ്പിക്കുന്നു, വ്യത്യാസമുള്ള ഭാഗം കമ്പ്യൂട്ടറിനെ സൂചിപ്പിക്കുന്നു. ഇനി വയർലെസ് നെറ്റ്വർക്കുകളിൽ കമ്പ്യൂട്ടറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി കേബിളുകൾക്ക് പകരം ഉപയോഗിക്കുന്നത് എന്താണ്? റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ അല്ലെങ്കിൽ RF. UTP കേബിളുകളെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന. അവയിൽ 4 ജോഡി വയറുകൾ കാണപ്പെടുന്നു. നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സങ്കേതമാണ് DHCP. ഇന്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ഏത് പേരിൽ അറിയപ്പെടുന്നു? സെർവർ. google.co.in എന്നതിൻ്റെ IP വിലാസം കണ്ടെത്തുന്നതിന് കമ്പ്യൂട്ടർ ടെർമിനലിൽ നൽകേണ്ട നിർദ്ദേശം എന്താണ്? host google.co.in. ഇതെവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഒരു വെബ്സൈറ്റിന് ഡൊമൈൻ നാമം അറിഞ്ഞാൽ IP വിലാസം കണ്ടെത്താം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ ടെർമിനലിലാണ് ചെയ്യാം. അപ്പോൾ അത് host google.co.in എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതിൻ്റെ അഡ്രസ്സ് വന്നിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളുകൾ ഏതൊക്കെ? അപ്പോൾ അത് ഇവിടെ നമ്മളെ ടെക്സ്റ്റിൽ പ്രോട്ടോക്കോളുകൾ എന്ന് പറയുന്നു, നിയമങ്ങളെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നു. അതിലെ പ്രധാനപ്പെട്ടത് TCP IP SSH SMP POP എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് SMPയും POP ആണ്. തന്നിട്ടുള്ളവയിൽ ഇൻ്റർനെറ്റിൻ്റെ ഘടനാപരമായ മേൽനോട്ട ചുമതലയുള്ളത് ആർക്കൊക്കെ? ഇൻ്റർനെറ്റ് സൊസൈറ്റിയും ഇൻ്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സും. ഇൻ്റർനെറ്റ് സൊസൈറ്റിയും ഇൻ്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഒരേ നെറ്റ്വർക്കിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള IP വിലാസങ്ങൾ ഏതൊക്കെ? നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ 3 ഡോട്ടിനുള്ളിൽ വരുന്നത് ഒരേപോലെ ആയിരിക്കും, ലാസ്റ്റത്തെ മാത്രമായിരിക്കും മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് വരുന്നത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടുമാണ് ടിക്ക് ചെയ്യേണ്ടത്. ചുവടെ കൊടുത്ത ഏതെല്ലാം സംവിധാനങ്ങളിലാണ് റേഡിയോ തരംഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വയർലെസ് നെറ്റ്വർക്കിലും ബ്ലൂടൂത്ത് ഉപകരണങ്ങളിലും. ഇനി ചുവടെ നൽകിയവയിൽ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവര കൈമാറ്റം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങൾ ഹബ്ബും സ്വിച്ചും. ചുവടെ നൽകിയവയിൽ ഇപ്പോൾ നിലവിലുള്ള ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെർഷൻ IPv4ഉം IPv6ഉം. ഇൻ്റർനെറ്റ് സെർവറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒരു സമയം ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനിയാണ് അപ്പാഷെ എന്ന് പറയുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ ഭാഗം. ഇനി ചുവടെ കൊടുത്തവയിൽ ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന 2 വയർലെസ് സാങ്കേതികവിദ്യകൾ വൈഫൈയും ബ്ലൂടൂത്തും. ചുവടെ നൽകിയവയിൽ IPv4 പ്രകാരം ശരിയായ IP വിലാസങ്ങൾ. ഒന്ന് ഈ ഒരു ഇത് കൊടുക്കാം, അതേപോലെ തന്നെ ഇതും കൊടുക്കാൻ പറ്റും. നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന സ്വിച്ചിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ. നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും സ്വിച്ചിലേക്ക് ഘടിപ്പിക്കുന്നു. സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ നെറ്റ്വർക്കിലൂടെയുള്ള തിരക്ക് കുറയുന്നു. നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഹബിനെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറിലേക്കും മാറുന്നു. നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും ഹബിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇൻ്റർനെറ്റുമായി ഉപയോഗവുമായി ബന്ധപ്പെട്ട 2 ശരിയായ പ്രസ്താവനകൾ. സഭ്യമല്ലാത്ത ഉള്ളടക്കങ്ങളുള്ള വെബ്സൈറ്റുകൾ തുറക്കുന്നതിലൂടെ വഞ്ചിക്കപ്പെടാം. ഇൻ്റർനെറ്റ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ്. ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട ചില ചുരുക്കെഴുത്തുകളും പൂർണ്ണ രൂപങ്ങളും നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാമാണ്? HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. താഴെ തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോൾ SH, പിന്നെ അതേപോലെ തന്നെ TCP IP. ചുവടെ നൽകിയതിൽ നിന്ന് കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ. ഒന്ന്, പ്രിൻ്ററും സ്കാനറും പങ്കുവയ്ക്കാം, ഡിജിറ്റൽ ഫയലുകൾ പങ്കുവയ്ക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും IPv4 പ്രകാരമുള്ള IP വിലാസങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ അതിൻ്റെ അകത്ത് IPv4ന് പ്രത്യേകതയാണ് 32 ബിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ വിലാസങ്ങൾക്ക് 4 ഭാഗങ്ങളുണ്ട്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഹബിന് പകരമായി ഉപയോഗിക്കാവുന്ന ഉപകരണം സ്വിച്ച്. അതേപോലെ തന്നെ IPv4 പ്രകാരമുള്ള IP വിലാസങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന 32 വലിപ്പമുള്ള അഡ്രസ്സാണ്. ഈ വിലാസങ്ങൾക്ക് 4 ഭാഗങ്ങളുണ്ട്. തന്നിട്ടുള്ളവയിൽ ഡൊമൈൻ നാമത്തിന് ഉദാഹരണം എഴുതുക. ഒന്ന് irtc.co.in, അതേപോലെ തന്നെ gimp.org. ഓക്കെ.